ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരായ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഏറെ ഇഷ്ടത്തോടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണല്ലോ കുരിശിൻ്റെ വഴി പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് അല്പം കൂടി അർത്ഥപൂർണമായി പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കും. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ആരംഭിച്ചത് മധ്യ നൂറ്റാണ്ടുകളോടുകൂടിയാണ്. എന്നാൽ ആദിമസഭയുമായി ഇത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ ഏറ്റവും പ്രാചീനമായ രൂപം വിശുദ്ധ നാട്ടിലെ പ്രാചീന ക്രൈസ്തവ സഭയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഈശോയുടെ ഉദ്ധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണല്ലോ വിവരിക്കുന്നത്. അതനുസരിച്ച് ഗലീലിയിൽ നിന്ന് ഈശോയെ അനുഗമിച്ച സ്ത്രീ ശിഷ്യകൾ ഈശോ സംസ്കരിക്കപ്പെട്ട സ്ഥലം കാണുകയും ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ അവിടെ കടന്നു വരികയും ഈശോയുടെ ശരീരത്തിൽ തൈലം പൂശാനായി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. പാലസ്തീനയിലെ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ജെറുസലേമിൽ താമസിച്ചിരുന്ന നാളുകളിൽ ഈശോയുടെ സഹനവും മരണവും ഉദ്ധാനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനം. ആദിമസഭയിലും അങ്ങനെ തന്നെയായിരുന്നു. പാലസ്തീനയിലേക്ക് പോയി തീർത്ഥാടനം നടത്തി പ്രാർത്ഥിക്കുവാൻ ക്രൈസ്തവർ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മതപീഡന കാലഘട്ടത്തിൽ അത് സാധ്യമായിരുന്നില്ല. AD 313 മിലാൻ വിളംബരത്തോടുകൂടിയാണ് പാലസ്തീനയിലേക്കുള്ള ക്രൈസ്തവരുടെ തീർത്ഥാടനവും അതുപോലെ സ്വതന്ത്രമായ ക്രൈസ്തവ ജീവിതവും ഒക്കെ സാധ്യമാകുന്നത്. മിലാൻ വിളംബരത്തിന് ശേഷം അത് പുറപ്പെടുവിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പാലസ്തീനയിലുടനീളം ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. ഈ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ ക്രൈസ്തവർ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ AD 637 ജെറുസലേം മുസ്ലിം ഭരണകർത്താക്കൾ കീഴടക്കിയതിനു ശേഷം അങ്ങോട്ടുള്ള തീർത്ഥാടനം വിലക്കപ്പെടുകയുണ്ടായി. ഇതിനൊരു മാറ്റം വരുന്നത് കുരിശുയുദ്ധക്കാർ പാലസ്തീന കീഴടക്കിയതോടുകൂടിയാണ്. 1099 മുതൽ 1183 വരെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലഘട്ടം ക്രൈസ്തവർക്ക് തടസ്സമൊന്നും കൂടാതെ പാലസ്തീനയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിച്ചിരുന്നു. എന്നാൽ കുരിശ് യുദ്ധക്കാരെ ഇസ്ലാം ഭരണകൂടം വീണ്ടും കീഴടക്കിയപ്പോൾ പാലസ്തീനയിലേക്കുള്ള യാത്ര ദുർഘടമായി തീർന്നു. ഇതിനൊക്കെ പരിഹാരമായി പാലസ്തീനയിലെ ക്രൈസ്തവ സ്ഥലങ്ങൾ ദേവാലയങ്ങളിൽ നിർമ്മിച്ച് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി പ്രാചീന സഭയിൽ രൂപപ്പെട്ടിരുന്നു. ഇതിനുള്ള ആദ്യ ഉദാഹരണമായി കരുതപ്പെടുന്നത് ബൊളോഞ്ഞയിലെ വിശുദ്ധ സ്തേഫാനോസിന്റെ നാമത്തിലുള്ള ബസിലിക്കയാണ്. AD 450 മരിച്ച വിശുദ്ധ പത്രോണിയോസ് എന്നറിയപ്പെടുന്ന ബൊളോഞ്ഞയിലെ മെത്രാൻ വിശുദ്ധ സ്തേഫാനോസിന്റെ ദേവാലയത്തിൽ പാലസ്തീനയിലെ വിശുദ്ധ സ്ഥലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വിവിധ കപ്പേളകൾ നിർമ്മിച്ചിരുന്നു. അതിൽ ചിലത് ഈശോയുടെ പീഡാസഹന മരണവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഇതുപോലെ പാലസ്തീനയിലുള്ള വിശുദ്ധ സ്ഥലങ്ങളെ തൻ്റെ ആശ്രമത്തിൽ പുനർനിർമ്മിച്ച് അവിടെ പ്രാർത്ഥിച്ചിരുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രൈസ്തവരെ സ്വാധീനിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് മാതൃക സ്വീകരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ വിശുദ്ധ നാട്ടിലെ ദേവാലയങ്ങൾ കപ്പേളകളായി പുനർനിർമ്മിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നിലവിൽ വന്നിരുന്നു. AD 481 മുതൽ 484 വരെ പാലസ്തീന സന്ദർശിച്ച് വിശുദ്ധ സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തി പ്രാർത്ഥിച്ച എജേരി എന്ന തീർത്ഥാടക ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ ഏറ്റവും പ്രാചീനമായ ഒരു രൂപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഒലൂമലയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിലായിരുന്നു വിശുദ്ധ വാരത്തിലെ പ്രാർത്ഥനകൾ അവർ ക്രമീകരിച്ചിരുന്നത്. ഒലൂമലയിലെ ഇന്ന് നിലവിലുള്ള സെയിന്റ് എലയോനയുടെ ദേവാലയം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് ഗത്സമനിയിൽ ഈശോ രക്തം വീർത്ത് പ്രാർത്ഥിച്ച സ്ഥലത്തുള്ള ദേവാലയത്തിൽ എത്തി പ്രാർത്ഥിച്ച് തുടർന്ന് കാൽനടയായി ഈശോയെ മരണത്തിന് വിധിച്ച പീലാത്തോസിന്റെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലത്തുള്ള ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ച്
ഒടുവിൽ കാൽവരി മലയും കല്ലറയും സംരക്ഷിക്കപ്പെട്ടിരുന്ന ഹോളി സെപ്പൾക്ര ദേവാലയത്തിലെത്തി അവസാനിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയായിരുന്നു അത്. ഓരോ സ്ഥലങ്ങളിലും അതിനോട് ബന്ധപ്പെട്ട തിരുവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കാൽനടയായിരുന്നു അവിടുത്തെ ക്രൈസ്തവർ ആ പ്രാർത്ഥന നടത്തിയിരുന്നത്. അതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള കുരിശിൻ്റെ വഴി പ്രാർത്ഥന വികസിത രൂപം പ്രാപിച്ചത്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള അതേ 14 സ്ഥലങ്ങളായിരുന്നില്ല അന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ആ ഒരു രീതിയിലേക്ക് കുരിശിൻ്റെ വഴി പ്രാർത്ഥന വരുന്നത് മധ്യ കാലഘട്ടത്തോടു കൂടിയാണ്. 1686 ഇന്നസെന്റ് 11 മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ നിർമ്മിച്ചിരുന്ന കപ്പേളകളിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന വഴി ദണ്ഡവിമോചനം പ്രാപിക്കുവാനും അനുവാദം നൽകുകയുണ്ടായി. തുടർന്ന് 1731 ക്ലെമന്റ് 12 മാർപ്പാപ്പ എല്ലാ ദേവാലയങ്ങളിലും ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കപ്പേളകൾ നിർമ്മിക്കുവാനും അവിടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാനുമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. മധ്യകാലഘട്ടങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ബൊനവെഞ്ചറും വിശുദ്ധ ബെർണാർഡും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരു വികസിത രൂപത്തിലേക്ക് എത്താൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് ഇടയാക്കിയത്. 1742 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ളിൽ കുരിശുകളും കുരിശിൻ്റെ വഴിയുടെ രൂപങ്ങളും സ്ഥാപിക്കുവാനും അങ്ങനെ ദേവാലയങ്ങൾക്കുള്ളിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തുവാനുമൊക്കെ അനുവദിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് കുരിശിൻ്റെ വഴി പ്രാർത്ഥന എത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുവാൻ പര്യാപ്തമായ ഒരു പ്രാർത്ഥനയാണല്ലോ കുരിശിൻ്റെ വഴി പ്രാർത്ഥന. കാരണം ഈശോയുടെ പീഡാനുഭവവും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നാം നടത്തുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ 5 സ്ഥലങ്ങൾ സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ്. ഈശോ 3 പ്രാവശ്യം വീഴുന്നതും വഴിയിൽ വെച്ച് ഈശോ മാതാവിനെ കാണുന്നതും വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നതുമൊക്കെ ഇങ്ങനെ ആദിമ സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്ന ഉരുത്തിരിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി 14 സ്ഥലങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി 1991 ജോൺ പോൾ 2 മാർപ്പാപ്പ ആരംഭിക്കുകയുണ്ടായി. പിന്നീട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അത് ഔദ്യോഗികമായി പ്രാർത്ഥിക്കാനുള്ള ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയായി സാർവത്രിക സഭയ്ക്ക് അനുവദിച്ചു നൽകുകയുമുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള അനുവാദം നൽകിയപ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അതുവരെ നിലവിലുണ്ടായിരുന്ന 14 സ്ഥലങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും ക്രൈസ്തവർക്ക് നൽകുകയുണ്ടായി. കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ഓർക്കാം, ഇത് സഭയുടെ ആരംഭം മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നു. ഇത് ഈശോയിലേക്ക് നമ്മളുടെ ജീവിതങ്ങളെ കൂടുതൽ ചേർത്ത് വയ്ക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം കുരിശിൽ സഹിക്കുകയും മരിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്ത ഈശോയെയാണ് ഈ പ്രാർത്ഥനയിൽ നാം ധ്യാനിക്കുന്നത്. ആ ഈശോയോട് അനുരൂപപ്പെടാനാണല്ലോ ക്രൈസ്തവരായ നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. ഈ നോമ്പുകാലം കുരിശിൻ്റെ വഴി പ്രാർത്ഥന അർദ്ധഗർഭമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ആത്മീയമാക്കുവാനും മാനസാന്തരത്തിലേക്ക് നടന്നെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.